ഈ സമ്മേളനങ്ങളൊക്കെ തന്നെ വ്യാപകമായിട്ട് വിമർശനമാണ് പിണറായിക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി വരെ ഉയർന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തും പിണറായി വിജയനെ മാറ്റണമെന്ന അഭിപ്രായം വരെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊന്നും വസ്തുതയില്ല. എന്നാൽ വിമർശനം ഉയർന്നു വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് നേരെയല്ല ആ വിമർശനം. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിനുണ്ടായത്. ആ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടും തിരിച്ചടിക്കുണ്ടായ കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും രാഷ്ട്രീയവും സംഘടനാപരവുമായ പാളിച്ചകൾ തിരിച്ചറിഞ്ഞുകൊണ്ടും അത് തിരുത്താൻ വേണ്ടിയുള്ള നടപടികളാണ് പാർട്ടി സ്വീകരിക്കുക. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് പാർട്ടിക്കകത്ത് ആഴത്തിലൊരു പരിശോധന നടത്തുക. ആ പരിശോധനയ്ക്ക് ശേഷം ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ, കർമ്മ പരിപാടികൾ തയ്യാറാക്കാൻ സഹായകരമായ നിർദ്ദേശങ്ങൾ, അത് പരിഗണിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക. എന്നിട്ട് തിരിച്ചു വരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ജനങ്ങൾക്കൊപ്പമാണ് എല്ലാ കാലത്തും CPM നിലകൊണ്ടത്. ഞാനിന്ന് രാവിലെ എറണാകുളത്തെത്തിയപ്പോൾ പോയത് ആ പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ UDF സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ 3-ാം നാൾ പോലീസിനെ ഉപയോഗിച്ച് സ്ത്രീകളെപ്പോലും മർദ്ദിച്ച് പ്രായമുള്ളവരെ പോലും വലിച്ചിഴച്ച് അങ്ങനെ ഒരു ജനവിരുദ്ധ നടപടികൾ ഉണ്ടായ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു ചെയ്തത്. ആ ഉന്നതിയിൽ താമസിക്കുന്നവരെ ഞാൻ കണ്ടു. 1965 മുതൽ അവിടെ താമസിച്ചു വരുന്നവരാണ് ആ കുടുംബങ്ങളാകെ. ഇവിടെ ഉന്നതിയിൽ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി വന്നാൽ UDFിൻ്റെ സമീപനവും ഇടതുപക്ഷത്തിൻ്റെ സമീപനവും എല്ലാവർക്കും ബോധ്യമായി. ഇടതുപക്ഷം 14 തവണ കോടതി നിർദ്ദേശാനുസരണം കമ്മീഷൻ വന്നപ്പോൾ അവിടെ ജനങ്ങളുടെ പ്രതിഷേധം പോലീസിന് മനസ്സിലായപ്പോൾ പോലീസ് തിരിച്ചുപോയി. എന്നിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെ പോലീസ് കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. കോടതിയോട് പോലീസ് പറഞ്ഞു, ഈ വിധി നടപ്പാക്കണമെങ്കിൽ ബലപ്രയോഗം വേണം. ദളിത് വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ്. അപ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർന്നു വരും, അവരെ അടിച്ചമർത്തേണ്ടി വരും. ഈ കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ UDF വന്ന ഉടൻ തന്നെ അവിടെയുള്ള പാവപ്പെട്ടവർ, മറ്റൊരിടത്തും വീടില്ലാത്തവർ, ദശകങ്ങളായി അവിടെ താമസിച്ചു വരുന്നവർ, അവരെ അടിച്ചൊതുക്കി കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണ്. സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവരെ അവിടെ സംരക്ഷിക്കണം. അതിന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. ഞങ്ങൾ ആ ഉന്നതിയിലെ കുടുംബക്കാരോടൊപ്പമാണ്. അതേ നിലപാടാണ് വഖഫ് ഭൂമിയുടെ തർക്കമുയർന്നു വന്നപ്പോൾ ഈ വൈപ്പിൻ മണ്ഡലത്തിലും സ്വീകരിച്ച സമീപനം. അവിടെ വർഷങ്ങളായി താമസിച്ചു വരുന്നവരെ സംരക്ഷിക്കാനാണ് ഇടതുപക്ഷമെന്ന നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് ആ നിലപാടിനെ പോലെ UDF അവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കണം. അപ്പം ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ. ഇപ്പോൾ ഇതാ 3-ാം തവണയും കേന്ദ്ര സർക്കാർ ഇന്ധന വില കയറ്റിയിരിക്കുകയാണ്. ഒരു ഇന്ധന കൊള്ള, ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടി, കടൽ കൊള്ളക്കാരേക്കാൾ ക്രൂരമായ രീതിയിലുള്ള കൊള്ളയടി. അതിനെതിരായ പ്രതിഷേധം നടത്താൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ഉയർന്നു വന്ന വിമർശനങ്ങളുടെ സത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, അതെല്ലാം ഇടതുപക്ഷം മുന്നണി തീരുമാനിക്കും. അത് ചർച്ച ചെയ്തു തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്.